ചുമര് നിറയെ ഫോട്ടോസ് അങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാൻ ഒരു രസമായിരിക്കില്ലേ. പക്ഷേ ഫോട്ടോ ഫ്രെയിം വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കും, ചിലപ്പോൾ ഇതുപോലെയൊക്കെ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കതിനൊന്ന് ഫ്രെയിമിലാക്കിയാലോ, അതിന് വേറെ പണിയൊന്നും വേണ്ട. ഇതുപോലെ ഒരു കാർഡ്ബോർഡ് നമ്മൾ എടുക്കുക. ഇനി ഇതുപോലെ കാർഡ്ബോർഡ് ഇല്ലെങ്കിലും കുറച്ചുകൂടി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ചാർട്ട് പേപ്പറാണ്. കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുക, അത്രേ വേണ്ടൂ. എന്നിട്ട് നമുക്ക് ആ സൈസിനൊന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിന് പുറം ഭാഗത്തേക്ക് കുറച്ചും കൂടി വീതി ഇട്ടിട്ട് നമ്മളത് ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ ആയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതിൽ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓരോ സൈഡിലും ഇതുപോലെ ഒരു ഇടയിൽ 4 ലൈനൊക്കെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി എളുപ്പമാണ്. ഇതിൻ്റെ ആ കോർണറിലുള്ള ആ ഒരു റെക്റ്റാങ്കിൾ പീസ് നമ്മൾ മുറിച്ച് കളഞ്ഞിട്ട് ഈ ഒരു ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത്രയേ വേണ്ടൂ ഫ്രെയിമിന് മടക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ വരച്ച പോർഷനിൽ കൂടെ ഒന്ന് മടക്കി ഉരുട്ടിയെടുക്കുക വേണ്ടൂ കേട്ടോ. അപ്പോൾ കാർഡ്ബോർഡ് പീസ് ആയതുകൊണ്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടി, പക്ഷേ നല്ല കട്ടിയായിട്ട് ഇരിക്കും ചെയ്യും. ഒരു മരത്തിൻ്റെ ഫ്രെയിമിൻ്റെ ഒക്കെ ഒരു ഫീല് കിട്ടും. അല്ല ഒരു പേപ്പർ വെച്ചിട്ടാണ് നിങ്ങൾ കട്ടിയുള്ള പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതുപോലെ ഈസി ആയിട്ട് മടക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഉറപ്പ് കിട്ടാനായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മുടെ ഫോട്ടോ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാൻ മറക്കരുത്. ഇനി ഫോട്ടോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പിക്ചേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ വരച്ചിട്ടായാലും ഇതുപോലെ ചുമരിലൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കാം കേട്ടോ. എന്തായാലും ഇവിടുത്തെ കുട്ടീസിൻ്റെ പഴയൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും ചെയ്യാൻ പറ്റും.